നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ്. എന്നും സിമ്പിളായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, ഇത്രയും സിമ്പിളായിരുന്നു എന്ന് ആലോചിച്ച് പോകും. അതായത് നമ്മുടെ പ്രിയപ്പെട്ട കുമ്പളങ്ങ കറി. കുമ്പളങ്ങ കറി എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ കുമ്പളങ്ങ കറി വെക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നാളികേരൊന്നും അരയ്ക്കാത്ത നമ്മുടെ മുളക് വർഷം പോലെ ഇരിക്കുന്ന പക്ഷെ കടുക് പൊട്ടിച്ചിട്ടൊക്കെയുള്ള ഒരു വെർഷൻ. അപ്പോൾ കുമ്പളങ്ങയും അതുപോലെ തന്നെ പരിപ്പും തക്കാളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ നാട്ടുമ്പുറത്തിന്റെ വിശുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല പാവം കറി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കുബൂസും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന മിക്സി ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിന് മുൻപിൽ ഇട്ടുണ്ടായിരുന്ന വട ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാവം സിമ്പിൾ ആയിട്ടുള്ള കുമ്പളങ്ങ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറി വെച്ചാലോ? കുമ്പളങ്ങ കറി വെക്കാം. നിങ്ങളുടെ അടുത്ത് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് സെയിം റെസിപ്പി തന്നെ ചുരക്കി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചുരക്കാന്ന് പറയില്ലേ, അതിൻ്റെ ചുരക്കയുടെ വേറെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഇളവൻ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് മുറിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ കുമ്പളങ്ങയാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുമ്പളങ്ങ അനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ കുമ്പളങ്ങ ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ തൊലി കളയുമ്പോൾ എപ്പോഴും ഉള്ളിലോട്ട് അങ്ങ് ചെത്തണം. ആ പച്ച കളർ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് കുരു കളയുക. അങ്ങനെ മൊത്തത്തിൽ കുമ്പളങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് പീസായിട്ട് അങ്ങ് മുറിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതിലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ അളവൊക്കെ തീരുമാനിക്കാൻ. ഇപ്പോൾ ഇതൊരു 4 പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുമ്പളങ്ങയുടെ ഒരു 3/4 ഭാഗം എടുക്കുക കേട്ടോ. കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കഷ്ണങ്ങൾ വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല, കാരണം കുറച്ച് ഉടച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ കഷ്ണത്തിൻ്റെ വലിപ്പം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തൊലി കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് കുമ്പളങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങ അല്ലെങ്കിൽ ചുരയ്ക്കുക. സെയിം പ്രൊസീജിയർ ചുരക്കി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങയാണ് സാധാരണ കൂടുതൽ വാങ്ങിക്കാറ്. വല്ലപ്പോഴും മാത്രമാണ് ചുരക്കി വാങ്ങിക്കാറുള്ളൂ. അതിലോട്ട് നമുക്ക് തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുക്കായിക്കോളും. അപ്പോൾ 1/2 ഗ്ലാസ് തൂരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഈസി പീസി ആയിട്ടുള്ള കറിയാണ് നമ്മുടെ ഇത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും മതി. ചെറിയുള്ളി ആണെങ്കിൽ 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറി ഇടുക. പച്ചമുളകൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു തക്കാളിയാണ്. ഇതധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ്. അതേസമയം പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു തക്കാളി മുഴുവനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ പുളി വേണ്ടേ നമ്മുടെ കറിക്ക്, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം. ഇപ്പോൾ പരിപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിപ്പ് ഇടുന്നത്. ഇപ്പോൾ പരിപ്പ് താല്പര്യമില്ലാത്തവർക്ക് പരിപ്പ് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ കറി കുറച്ച് വെള്ളം പോലെ ഇരിക്കും. പരിപ്പ് വരുമ്പോഴാണ് ഒരു കൊഴുപ്പ് വരിക. അതുപോലെ തന്നെ നമ്മൾ സവാള ഇടുന്നതുകൊണ്ടും കൊഴുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം, ഒരു 1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അവസാനമായി ഒരു സംഭവം കൂടി ചേർക്കാൻ പോവുകയാണ്. ടീസ്പൂൺ വെളിച്ചെണ്ണ.
ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു വിസിൽ കേട്ടോ. വിസിൽ വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം ഇതിൽ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റി വെക്കാം. ഇതിന് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപ്പ് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ട് കുക്കായി കിട്ടും. അഥവാ പരിപ്പ് സോക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് തനിയെ വേറിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് നേരം കുതിർത്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നേരത്തെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആവി പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം പരിപ്പും എല്ലാം കുക്കായിട്ടുണ്ടോയെന്ന്. പരിപ്പൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിൽ പരിപ്പ് നന്നായിട്ട് ഉടയണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിക്ക് ഒരു കൊഴുപ്പ് ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ പരിപ്പ് ഉടയണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക സോക്ക് ചെയ്യാണ്ട് ഇടാം. അപ്പോൾ ഇങ്ങനെ പരിപ്പ് ഉടയാണ്ട് കിടക്കും. പക്ഷേ എല്ലാം കൂടി അങ്ങ് യോജിക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് വരിക. നിങ്ങൾക്ക് ഈ ഒരു ചാറ് മതി എന്നുണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട. അതേസമയം കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഇനി വെള്ളം ഇതിൽ ഒഴിക്കുന്നില്ല. 1/4 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് ഇനി വേറെ ഒരു പണിയില്ല. നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിച്ചാൽ മാത്രം മതി. അതിനുശേഷം അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇത്ര പണിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ കുമ്പളങ്ങ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിം റെസിപ്പി തന്നെ പരിപ്പും തക്കാളിയും കൂടി ഇട്ടിട്ട് ചെയ്യുക. കുമ്പളങ്ങ ഒഴിവാക്കിയതിന് ശേഷം എന്നിട്ട് ബാക്കി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴും ഒരു കറിയായിട്ട് മാറും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ പൂരി കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടി ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സംഭവമില്ലേ, ഞാനിപ്പോൾ ഇത്ര ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി കണ്ടിട്ട് വെറുതെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മുളകോഷം എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് മുളകോഷം. പക്ഷേ എനിക്ക് അതിലേക്ക് കടുക് താളിച്ചാലാണ് ഒരു മുഴുവനായിട്ടൊരു ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിയെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് കടുക് പൊട്ടിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും കറിയാവും. പക്ഷേ ഞാൻ കടുക് പൊട്ടിക്കണമെന്ന് മാത്രം. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഞാൻ അപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പും എരിവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആ ചാറിൻ്റെ അല്പം ഉപ്പിൻ്റെ മാത്രം കുറവുണ്ട്. പക്ഷേ എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇത്തിരി എരിവ് വേണം. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരമായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ചോറിൻ്റെ കൂടി ഇച്ചിരി എരിവ് വേണ്ടേ. ചെറിയൊരു പുളിയും എരിവും ഉപ്പൊക്കെ കലർന്ന ഒരു സിമ്പിൾ ഒരു പാവപ്പെട്ട കറിയാണ്. ഇതൊരു പാവപ്പെട്ടവൻ്റെ കറിയാണ് കേട്ടോ, ജാടയില്ലാത്തൊരു കറിയാണ്. ഇതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൽ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കടുക് പൊട്ടിന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ കറി ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പൊട്ടിക്കുന്ന സമയത്ത് കടുക് പൊട്ടിക്കുമ്പോൾ ജീരകം വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ ജീരകം ഇടാറില്ല. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. എന്നിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എക്സ്ട്രാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഇതിൽ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മടിയുള്ള ദിവസങ്ങളിലും അസുഖമുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള പാവം കുമ്പളങ്ങ കറി. കുമ്പളങ്ങ പരിപ്പ് തക്കാളി കറി എന്ന് എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനിട്ട് വിളിക്കാം. പക്ഷേ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കാരണം എപ്പോഴും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അസുഖങ്ങളായിട്ട് ചുമയും ജലദോഷം അത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വായിക്ക് രുചിയും തോന്നത്തില്ല. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് രസവും ഈ കറിയും കൂടി ഉണ്ടാക്കണമെങ്കിൽ കുശാലായി. അല്ലെങ്കിൽ ഇതൊന്നും വേണമെങ്കിലും ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ കറി മിക്കവാറും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അവസാനമായിട്ട് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അത് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് കുമ്പളങ്ങ ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഉടയാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. കുമ്പളങ്ങയും കാണാൻ പറ്റുന്നുണ്ട്, തക്കാളിയും കാണാൻ പറ്റുന്നുണ്ട്, പരിപ്പും കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം എല്ലാം കുക്കായിട്ടുണ്ട്. ആ ഒരു നല്ല യോജിക്കുന്ന ഒരു പരുവം അതാണ് അതിൻ്റെ. പിന്നെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഓവർ ലൂസും അല്ല ഓവർ തിക്കും അല്ല ഈ കറി. അപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. നിങ്ങൾക്ക് സബ്ജി പോലെ, അതായത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ തിക്കായിട്ട് മാറും. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ചോറിനൊക്കെ പറ്റുന്നൊരു കൺസിസ്റ്റൻസി. പിന്നെ 4 പേർക്കുള്ളൊരു കറിയുടെ അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളെ കറി തിളച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്.
മതി. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഈ കറിയൊക്കെ ഞാൻ പറയണം, ഏത് കറിയാണെങ്കിലും കുറച്ച് ഇരുന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക. രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താണ് തീരുമാനമായ ആണോ? We can change. നമ്മൾക്ക് പൈസ കുറവൊന്നും തരുന്ന നമുക്ക് ചേഞ്ച് ചെയ്തോണ്ടിരിക്കാം.